വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ളോഗ്സ്. ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹലോ, നമ്മളിന്ന് പോകുന്നത് പൂമ്പാറ്റക്കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാനാണ് കേട്ടോ. പൂമ്പാറ്റക്കുട്ടി LKGയിൽ പഠിക്കാൻ പോവുകയാണ് ഇനി. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റൂരുള്ള MHM LP സ്കൂളിലാണ് കേട്ടോ. പല സ്കൂളുകളിൽ അഡ്മിഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായ ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം തന്നെ കുട്ടികളെ വരവേറ്റത് വർണ്ണാഭമായ പൂത്തിരികളുടെ പ്രകാശത്തേക്കാണ്. അവിടെ ആ പൂത്തിരികൾ ഇങ്ങനെ സന്തോഷഭരിതമായിട്ടിങ്ങനെ മിന്നിത്തിളങ്ങുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ കണ്ണിലും അതുപോലെയുള്ള പ്രകാശം തന്നെയാണ്. കാണുമ്പോൾ തന്നെ കുട്ടികളുടെയും പേരൻസിൻ്റെയൊക്കെ മനസ്സിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ പുഞ്ചിരികളാണ് വിടരുന്നത്. ഹെഡ് മാസ്റ്റർ ഉണ്ണിമാഷ് അഡ്മിഷൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുഞ്ഞു മക്കൾ ആദ്യം പോകുന്ന വർണ്ണാഭമായി ഒരുക്കിയിരിക്കുന്ന ക്ലാസ് റൂമിലേക്കാണ്. ആ ക്ലാസ് റൂമിൽ ഒരു ടീച്ചറെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ടീച്ചറിൻ്റെ കൈകളിലെ കൊട്ടകളിൽ ഒരുപാട് ലോഡ്സും ഉണ്ട്. കുട്ടികൾ ആ ലോഡ്സ് ചെന്ന് എടുത്തിട്ട് തുറന്ന് നോക്കുമ്പോൾ ഹെന്ന്, യൂണിക്കോണ്, റാബിറ്റ്, ക്യാറ്റ് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അതിലൊന്ന് കുട്ടികളെ ലോട്ടെടുത്ത് ആ കുട്ടികൾക്ക് ആ സമ്മാനം കൊടുക്കുമ്പോൾ എന്താ സന്തോഷം! കുട്ടികൾ ശരിക്കും ആർത്ത് വിളിച്ച് തുള്ളിച്ചാടുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാഷ് തന്നെ കുട്ടികൾക്കൊക്കെ മിഠായിയും കൊടുത്ത് പൂമ്പാറ്റയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, മിഠായിയും കോലുമിഠായിയൊക്കെ ചപ്പി. അത് പൂമ്പാറ്റയ്ക്ക് ഏത് വേണം, എല്ലാം കൂടെ കണ്ടപ്പോൾ എല്ലാതും വേണം. പൂമ്പാറ്റ ഭയങ്കര സന്തോഷത്തിലാണ്. പൂമ്പാറ്റ തന്നല്ല കേട്ടോ, എനിക്ക് ഒത്തിരി സന്തോഷമായി ഇതെല്ലാം കൂടെ കണ്ടിട്ട്. ഞാനും അവിടെ കുറേ നേരം സാധനമൊക്കെ പിടിച്ചങ്ങനെ നിന്നു. പൂമ്പാറ്റക്കുട്ടി അതാ സ്പൈഡറിനെയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. പൂമ്പാറ്റയ്ക്കൊരു യൂണിക്കോണാണ് കിട്ടിയത് കേട്ടോ. പല കുട്ടികളും അവിടെ വന്ന് അങ്ങനെ ടോക്കൺ എടുത്തിട്ട് അവിടെ ക്ലാസ് റൂമൊക്കെ എന്താ ഭംഗിയാണ്. അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പല കുട്ടികളും അവിടെ നിന്ന് ടോക്കൺ എടുത്താണ്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അവർക്ക് എന്താ സന്തോഷം. പിന്നെ കുട്ടികളും പേരൻസൊക്കെ ആയിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും മറ്റുള്ളവരുടെ ഒന്നും എടുത്തിട്ടില്ല. ടീച്ചർമാരാണെങ്കിലും മാലാഖമാരെ പോലെ എല്ലാവരും ഒരുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് കുട്ടികളെ വരവേക്കാൻ അങ്ങനെ എന്താ ഒരു രസം കാണാൻ തന്നെ. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കരഞ്ഞ് വിളിച്ച് 1 മുതൽ 3-ാം ക്ലാസ് വരെ ഞാൻ അവിടെ ഇളക്കി മറിച്ച് അമ്മേൻ്റെ ഡ്രസ്സൊക്കെ വലിച്ച് കീറി 1 മുതൽ 4 വരെയുള്ള ടീച്ചർമാർ വരുമായിരുന്നു എന്നെ പിടിക്കാൻ. മക്കൾക്ക് സന്തോഷമാണ്. പിന്നെ അവിടെ ചൂടത്ത് വരുന്നവർക്കൊക്കെ ശർബത്തും ജ്യൂസും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ രാജമാഷാണെങ്കിൽ അന്നേരം വരുന്നവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും ആ ടീച്ചറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ചൂടായത് കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ സർബത്തും ജ്യൂസും ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മക്കളാണേലോ അതൊക്കെ കുടിച്ചിട്ട് അവിടെ പാർക്കിലൊക്കെ കളിച്ച് എന്ത് രസത്തിലാണ്. മക്കൾക്കൊന്നും ഒരു പേടിയില്ല, അവർക്ക് ഇഷ്ടമാണ്. ഇന്ന് തന്നെ പഠിക്കാൻ അവർക്ക് റെഡിയാണ്. അത്രയും സന്തോഷത്തോടാണ്. പണ്ടത്തെ കാലത്തെ ഒരു പേടിയോ ഭയം ഒന്നുമില്ല. ടീച്ചർമാരുമായിട്ടാണെങ്കിലും എല്ലാവരും പൂമ്പാറ്റയൊക്കെ ചോദിക്കുന്നത് ഇന്നെന്താ പഠിപ്പിക്കാതെ, ഇന്ന് പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്നിടത്തുനിന്ന് 2 വട്ടം പൂമ്പാറ്റ തിരിഞ്ഞു ഓടി പോകുമായിരുന്നു. ഞങ്ങൾ പോവാൻ നിൽക്കാൻ കേട്ടോ. ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് യൂണിഫോം ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ പൂമ്പാറ്റ തന്നാരത്തിനെ ഡ്രസ്സ് ചെയ്ത് പോസൊക്കെ ചെയ്ത് കേട്ടോ. ഓക്കെ, ബൈ.